നമുക്ക് മൈനാഗപ്പള്ളിയിൽ ഇപ്പോൾ അവിടെ ശ്രീകുട്ടിയെയും ഒപ്പം അജ്മലിനെയും തെളിവെടുപ്പിനായി കൊണ്ടുവന്ന സാഹചര്യമാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ദിലീപ് ദേവസ്യ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മൈനാഗപ്പള്ളിയിൽ തെളിവെടുപ്പ് MDMA ഉപയോഗിച്ചിരുന്നു പ്രതികളെന്ന് വ്യക്തമാകുന്നു. അവിടെ ആ പ്രതിഷേധം നടന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറിടിച്ചു കൊന്ന പ്രതികൾക്ക് നേരെയാണ് പ്രതിഷേധമുണ്ടായത്. ദിലീപ് ദേവസ്യ അപകടം നടന്ന ആനൂർക്കാവിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമായിരുന്നു. തെളിവെടുപ്പ് നടന്നില്ലേ? സുജിയ, രണ്ടാം തവണയാണ് ഇപ്പോൾ പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. പക്ഷേ ജനരോഷം, പ്രതിഷേധം ഉള്ളത് കാരണം കൊണ്ട് ഇവിടെ തെളിവെടുപ്പ് നടക്കാൻ സാധിച്ചിട്ടില്ല. തെളിവെടുപ്പ് നടത്താതെ പോലീസ് ഇപ്പോൾ ആദ്യം പ്രതിയെയും കൊണ്ടുപോയി. രണ്ടാമതും പ്രതിയെ വലിയൊരു പോലീസ് സുരക്ഷയോട് കൂടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതായത് വലിയ ജനക്കൂട്ടം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ഇന്ന് ഉച്ചയോട് കൂടെ തന്നെ പ്രതിയെ ഇവിടെ കൊണ്ടുവരുമെന്നറിഞ്ഞ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന റോഡ് ബ്ലോക്കായിക്കൊണ്ട് അത്രമേൽ ജനങ്ങൾ മൈനാഗപ്പള്ളി ആനൂർക്കാവിലേക്ക് എത്തിയിരിക്കുന്നു. ജനങ്ങൾക്കെല്ലാം ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ കുഞ്ഞുമോളുടെ മകൾ പോലീസ് ജീപ്പിൽ പോലീസിനോട് ആവശ്യപ്പെടുന്ന രംഗങ്ങളാണ് കാണുന്നത്. അതായത് ഇത് കുഞ്ഞുമോളുടെ മകളാണ്. കുഞ്ഞുമോളുടെ മകളാണ് ഇപ്പോൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത്. പ്രതിയെ ഒരു തവണ കാണണമെന്നാണ് ഇപ്പോൾ പോലീസ് ഇൻസ്പെക്ടറായ ഷാൻ നാളുകളിലെ രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുമോളെ കാർ കയറ്റി കൊന്ന അജ്മലും ശ്രീകുട്ടിയും തെളിവെടുപ്പിനായി അവരെ കൊണ്ടുവന്നപ്പോഴാണ് ഈ പ്രതിഷേധം. കുഞ്ഞുമോളുടെ മകൾ എനിക്ക് കാണണം അവരെയൊന്ന് എന്നാവശ്യപ്പെടുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. മൈനാഗപ്പള്ളിയിൽ സംഘർഷ സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. പോലീസ് ജീപ്പ് ഇപ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം അവിടെയുണ്ട്. ഇവിടെ വെച്ചാണ് ഈ അപകടമുണ്ടായ ഇടത്ത്, ഒപ്പം തന്നെ അതിനിപ്പുറത്തുള്ള ഹോട്ടൽ, അവിടെയൊക്കെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ദിലീപ് ദേവസ്യ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? സുജിയ, ഇപ്പോൾ ഈ കാണുന്നത് ജനങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പ്രതിയെ ഒരു തവണ ഇവിടെ ഇറക്കണമെന്നുള്ള ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ അല്പം മുമ്പ് കണ്ടത് കുഞ്ഞുമോളുടെ മൂത്ത മകൾ ഈ പ്രതിയെ ഒന്ന് കാണാനുള്ള അവസരം നൽകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്ന വികാരനിർഭരമായ രംഗങ്ങളാണ്. എൻ്റെ അമ്മ അനുഭവിച്ച വേദന അവരൊന്ന് കാണേണ്ടതുണ്ട്, അവരൊന്ന് കാണണം. എൻ്റെ അമ്മ എത്രത്തോളം വേദന അനുഭവിച്ചാണ് മരിച്ചത്. ഒരു മനസാക്ഷിയില്ലാതെ ഒരു ഡോക്ടർ, അതുപോലെ തന്നെ ഒരു മദ്യലഹരിയിൽ ഓടിച്ച ഒരു ഡ്രൈവർ, ഇവർക്കെതിരെ കർശന നടപടി, കർശന ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു തവണ ആ പ്രതിയെ തനിക്കൊന്ന് കാണണമെന്നായിരുന്നു ആ മകൾ ആവശ്യപ്പെട്ടത്. വലിയ വികാരഭരിതമായ രംഗങ്ങളായിരുന്നു നടന്നത്. മാത്രമല്ല വലിയ പ്രതിഷേധമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായത്. നമുക്കൊന്ന് കേൾക്കാം. പ്രതി അജ്മൽ: ഞാൻ സ്വയമേ കീഴടങ്ങിയതാണ്. എനിക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗമുണ്ട്. ഞാൻ രക്ഷപ്പെട്ടില്ല. ഞാൻ സ്വയമേ കീഴടങ്ങിയതാണ്. വൈകിട്ടാണ് ഞാൻ അറിയാൻ സംഭവം ഒരാൾ മരണപ്പെട്ടത്. വണ്ടി ഇടിച്ച സ്പോട്ടിൽ അവൻ എന്നെ കഴുത്തേക്ക് കയറി പിടിച്ച് ഇറങ്ങിവാടാ മറ്റേവെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അവൻ അതൊന്നും പറഞ്ഞില്ല. വണ്ടി അടി ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ നിർത്തിയേനെ. അവൻ എന്നെ മർദ്ദിക്കാനാണ് നോക്കിയത്. എന്നിട്ടും പുറകെ വന്ന് എന്നെ മർദ്ദിച്ചത് പോലീസിന് പിടിച്ചു കൊടുക്കാനല്ല. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടി. ഇതൊന്നൊന്നുമില്ല. അങ്ങനെ കുട്ടിയുടെ അടുത്ത് പൈസ വാങ്ങിയത് അങ്ങനൊന്നുമില്ല. ഇത് അബദ്ധം പറ്റിയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല. ദിലീപ് ദേവസ്യ കീഴടങ്ങിയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല, കാറിനടിയിൽ ആള് പെട്ടു എന്നറിഞ്ഞില്ല എന്നൊക്കെയാണ് അജ്മൽ ഇപ്പോൾ ന്യായീകരിക്കുന്നത്. ആ പ്രതികരണത്തിൽ കണ്ടത് എന്താണ് സാഹചര്യം നിലവിൽ? അവിടെ അവരെ കൊണ്ടുപോയോ അവിടെ നിന്ന്? സുധിയ, ഇവിടെ പോലീസിന് പ്രതികളെ ഈ റോട്ടിലിറക്കാൻ സാധിച്ചില്ല. പോലീസ് അവരെ റോട്ടിലിറക്കാതെ പോയതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഈ ജനങ്ങളിലൂടെ കാണുന്നത്. ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പ്രതികളെ ഒരു തവണയെങ്കിലും ഇവിടെ ഇറക്കണമെന്നുള്ളൊരു ആവശ്യമാണ്. നമുക്കിവിടുത്തെ ആളുകളോട് തന്നെ ആ പ്രതികളെ കാണുന്ന ആഗ്രഹം, നല്ല ആഗ്രഹമുണ്ട്. കൈ കിട്ടി ഞങ്ങൾ ആരും വെറുതെ വിടത്തില്ല. കൊച്ചുകുട്ടിയുടെ വാക്കുകളാണ് കാണാൻ. അത്രയും നാടിന് വലിയ വേദനയിലാക്കി. ഉമ്മാക്ക് കുഞ്ഞുമോളെ അറിയായിരുന്നോ? പിന്നെ അറിയാവുന്ന പിന്നെ വന്നത് ഈ പ്രതികളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നോ? ആര്? ഈ പ്രതികളെ കാണാൻ വേണ്ടി വന്നതാണോ? എന്തിന്? പ്രതി എന്തിനാ? സാധനം മേടിക്കാൻ വന്നേ കടയിൽ. ഈ പ്രതികളെ കാണിക്കണമെന്നുണ്ടോ? ആണോ? കണ്ടില്ല. അയാളെ കൊണ്ടുവന്നത് കണ്ടതൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ജനത്തിൻ്റെ വിശാലം. സുജിയ, ഇവിടെ എല്ലാവരും തന്നെ എത്തിയത് ഈ പ്രതികളെ ഒരു ശരി ദിലീപ്.